ആശാ സമരവുമായി ബന്ധപ്പെട്ട നിലപാടിൽ INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന് KPCCയുടെ താക്കീത്. ആശാ സമരത്തിൽ സർക്കാരിനൊപ്പം നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ചുവെന്നും ചന്ദ്രശേഖരന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, ആശാ സമരത്തിൽ INTUCയുടെ നിലപാടുകൾ ആദ്യം മുതൽക്കേ വലിയ ചർച്ചയായിരുന്നു. ആദ്യഘട്ടത്തിൽ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരിക്കുന്നു, പിന്നീട് പിന്തുണ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നു. ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ പങ്കെടുക്കുകയും ആ ചർച്ചയിൽ പങ്കെടുത്തതിന് ശേഷം ആശാപ്രവർത്തകർ തന്നെ INTUCവിനെതിരായി രംഗത്ത് വരുന്നു. എന്നാൽ ഇപ്പോൾ KPCCയും INTUCവിന് എതിരായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചർച്ചയിൽ സർക്കാരിന് അനുകൂലമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്ന കുറ്റം. എന്തെല്ലാമാണ് KPCC ഒരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന രീതിയിൽ ചന്ദ്രശേഖരന് നേരെ ഉയർത്തിയിട്ടുള്ളത്? ചന്ദ്രശേഖരൻ അല്ലെങ്കിൽ INTUCയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രതികരണം എന്താണ്? അതുല്യ, ഈ അടുത്ത കാലത്തൊന്നും സർക്കാരിനെതിരെ ഇത്രത്തോളം വലിയ ഒരു സമരം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിശക്തമായ സമരം തന്നെയാണ് സർക്കാരിനെതിരെയും അതുപോലെ തന്നെ LDFനെതിരെയും ആശാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ കോൺഗ്രസും UDFും ആശാപ്രവർത്തകരുടെ സമരത്തിന് നൽകുന്നുമുണ്ട്. പക്ഷേ INTUC എന്ന സംഘടന, തൊഴിലാളി സംഘടന സ്വീകരിക്കുന്ന നിലപാട് അത് കോൺഗ്രസിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നുള്ള വിമർശനങ്ങൾ തുടക്കം മുതൽ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരന്റെ നിലപാട് തന്നെയാണ് എന്നുള്ളതാണ്. INTUC തുടക്കം മുതൽ ആശാ സമരത്തിന് പ്രതികൂലമായിട്ട് അല്ലെങ്കിൽ അവരെ അവഗണിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് മൂന്നാമത് ആശമാരെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് വിളിക്കുന്നതും ആ ചർച്ചയിൽ INTUC CIT ഉൾപ്പെടെയുള്ള സംഘടനകളെ അതിൽ കൂടെ വിളിക്കുന്നതുമൊക്കെ തന്നെ. അതിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കാം ആശമാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ എന്നുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിർദ്ദേശം ആദ്യം മുന്നോട്ട് വെച്ചത് INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്നുള്ളത് ആശാ സമരസമിതി തന്നെ വ്യക്തമാക്കുകയും അത് തള്ളിപ്പറഞ്ഞുകൊണ്ട് പിന്നീട് ആർ ചന്ദ്രശേഖരൻ രംഗത്തെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധം INTUCക്കെതിരെ ആശാ സമരസമിതി ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ പ്രതികരണം ഉൾപ്പെടെ ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നവരെ തലോടാനോ താലോലിക്കാനോ ഇല്ല എന്നുള്ളതും ചന്ദ്രശേഖരനെതിരെ ഒരു നടപടി ഉണ്ടാകും എന്നുള്ള സൂചനകളും KPCC അധ്യക്ഷൻ K സുധാകരൻ നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള അച്ചടക്ക ലംഘനമാണ് INTUC സംസ്ഥാന പ്രസിഡന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു താക്കീത് തന്നെ KPCC പുറപ്പെടുവിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നതിനേക്കാളും സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നു INTUC സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ആർ ചന്ദ്രശേഖരൻ എന്നുള്ള പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. അത് ഒട്ടും പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തലുകൾ പാർട്ടിക്കകത്ത് തന്നെയുണ്ട്. VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ചന്ദ്രശേഖരന്റെ നിലപാടിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെയോ അതുപോലെ തന്നെ INTUCയുടെ നിലപാടല്ല ചന്ദ്രശേഖരന്റേത് എന്നടക്കമുള്ള രൂക്ഷ വിമർശനങ്ങൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു താക്കീത് KPCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും പ്രസക്തമായ കാര്യം തന്നെയാണ്. ഇത് INTUCയിൽ അകത്ത് തന്നെ ഒരു രണ്ട് വിഭാഗമുണ്ട്. അതിൽ ചന്ദ്രശേഖരനെ പൂർണ്ണമായിട്ടും തള്ളി പറഞ്ഞുകൊണ്ട് INTUCയുടെ ഒരു വിഭാഗം രംഗത്തെത്തുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അവർ ആശാ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് സമരവേദിയിലടക്കം എത്തുന്ന ഒരു സാഹചര്യവും ഈ ഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എന്തായാലും INTUC സമരത്തിനെ പൂർണ്ണമായിട്ടും തള്ളിപ്പറഞ്ഞ അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ചന്ദ്രശേഖരനെതിരെ ഗുരുതര പരാതികൾ പാർട്ടിക്കകത്ത് നിന്ന് തന്നെ ഉയരുന്ന ഘട്ടത്തിലാണ് KPCC ഇത്തരത്തിലൊരു താക്കീത് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു, നിലപാടുകൾ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് KPCCക്ക് അകത്ത് ഉള്ളത്. സർക്കാരിന് അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ താക്കീതോടു കൂടി ഇനിയിപ്പോൾ ആർ ചന്ദ്രശേഖരൻ നൽകാതിരിക്കുമോ എന്നുള്ള കാര്യമൊക്കെയാണ് ഇനിയിപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത്. എന്തായാലും സമരത്തിന് പൂർണ്ണ പിന്തുണ കോൺഗ്രസും UDFും ഒക്കെ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും സമരക്കാർക്ക് അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളും നിലപാടുകളും ഒക്കെ സ്വീകരിക്കുന്ന ഘട്ടത്തിലാണ് INTUC വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ KPCCയുടെ ഒരു കർശന താക്കീത് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്നത്.